ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ ഉറുദു പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഗസലാണ്. എന്താണ് ഗസൽ, എന്തൊക്കെയാണ് ഗസലിൽ പരാമർശിക്കുന്നത് എന്ന് ചുരുങ്ങിയ രീതിയിൽ നമുക്കിന്ന് നോക്കാം. മൊഹബ്ബത്ത് ഇൻസാനിയത് കാ സബ്സെ ഖീമതി ജൗഹർ ഹെ. സ്നേഹമെന്നത് മാനവികതയുടെ, മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും അമൂല്യമായ, ഏറ്റവും വിലപിടിപ്പുള്ള രത്നമാണ്. യേ ഹമേ ഇൻസാൻ ബനാത്തി ഹെ. സ്നേഹമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഖുഷി ഓർ ഇത്മിനാൻ ബഖ്ഷ്തി ഹെ. സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യുന്നത്. ജിന്ദഗി കോ ഖൂബ്സൂറത്ത് ബനാത്തി ഹെ. ജീവിതത്തെ അതിമനോഹരമാക്കുന്നത്. ഉർദു ഗസൽ മേ മുഹബ്ബത്ത് കാ യഹി പൈഗാം ഹമേ മിൽത്താ ഹെ. ഉർദു ഗസലുകളിൽ സ്നേഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ, പ്രണയത്തിൻ്റെ സന്ദേശങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. ആയേ ഹം മിൽക്കർ ഗസൽ കെ ഇസ് ജാദു കാ ലുത്ഫ് ഉഠായേ. വരൂ, നമുക്കൊരുമിച്ച് ഗസലിൻ്റെ ഈ മായാജാലം ആസ്വദിക്കാം. ഇപ്പോൾ ഗസലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ പദ്യം, ഒന്നാമത്തെ ചാപ്റ്റർ ഉറുദുവിലെ അതിപ്രശസ്തമായ പദ്യവിഭാഗമായ ഗസലാണ്. ഗസലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഗസലിലെ ആദ്യത്തെ 2 വരികൾക്ക് മത്ല എന്നാണ് പറയാം. അബ് തോ മസ്ഹബ് കോയി ഏസാ ബി ചലായ ജായേ ജിസ്മേ ഇൻസാൻ കോ ഇൻസാൻ ബനായ ജായേ എന്ന ഈ 2 വരി ഗസലിലെ ആദ്യത്തെ മത്ലയാണ്. ആദ്യത്തെ 2 വരികൾ, ഈ 2 വരിക്ക് പറയുന്ന പേര് മത്ല എന്നതാണ്. ഇനി മറ്റൊരു പ്രത്യേകത നോക്കിക്കോളൂ. ഒന്നാമത്തെ വരി അവസാനിക്കുന്നത് ചലായ ജായേ, രണ്ടാമത്തെ വരി അവസാനിക്കുന്നത് ബനായ ജായേ എന്നതാണ്. അപ്പോൾ ജായേ ജായേ എന്ന രീതിയിൽ ഒരേ പദങ്ങളാണ് ഇവിടെ അവസാനിക്കുന്നത്. അതിന് പറയുന്ന പേര് റദീഫ് എന്നാണ് പറയാം. അപ്പോൾ ഒന്നാമത്തെ വരിയും രണ്ടാമത്തെ വരിയും നാലാമത്തെ വരിയും ആറാമത്തെ വരിയൊക്കെ അവസാനിക്കുന്നത് ജായേ 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 എന്ന രീതിയിലാണ്. 1, 2, പിന്നെ അവിടെ നിന്നുള്ള ഇരട്ട വരികൾ 2, 4, 6, 8, 10, 12 വരുന്ന വരികളൊക്കെ നോക്കിയാൽ അവസാനം ജായ എന്ന് കാണാം. ഇതിനെ റദീഫ് എന്നാണ് പറയാം. റദീഫിന് തൊട്ട് മുമ്പുള്ളത് നോക്കൂ. ചലായ, ബനായ, ഖിലായ, നഹായ, ഇവയെല്ലാം ഹം ആവാസ് അൽഫാസാണ്, അല്ലെങ്കിൽ ഹം വസൻ അൽഫാസാണ്. അപ്പോൾ ഇതിന് പറയുന്ന പേര് കാഫിയ എന്നാണ് പറയുക. ഹം കാഫിയ. ഹം റദീഫ് और കാഫിയ ഹോത്തെ ഹെ. ഒന്നാമത്തെ വരി, രണ്ടാമത്തെ വരി, 4, 6, 8, 10 വരികൾ. ഇനി അവസാനത്തെ വരിയിൽ, അവസാനത്തെ 2 വരി ഗീത് അൻമൻ ഹെ, ഗസൽ ചുപ് ഹെ, റുബായി ഹെ ദുഃഖി, ഏസ മാഹൗൽ മേ നീരജ് കോ ബുലായ ജായേ എന്ന് ഈ അവസാനത്തെ 2 വരിക്ക് മക്ത എന്നാണ് പറയാം. അവസാനത്തെ 2 വരിക്ക് എന്ത് പറയും? മക്ത എന്നാണ് പറയാം. മക്തയിൻ്റെ പ്രത്യേകത മക്തയിലാണ്. മക്തയിൽ ഷായറിൻ്റെ തഖല്ലുസ് ഉപയോഗിക്കും എന്നുള്ളതാണ്. തഖല്ലുസ് എന്ന് പറഞ്ഞാൽ തൂലികാനാമം. ഇവിടെ ഈ ഗസൽ എഴുതിയ ആൾ ഗോപാൽദാസ് നീരജാണ്. ഗോപാൽദാസ് നീരജിൻ്റെ തഖല്ലുസായ നീരജ് എന്നത് മക്തയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഈ ഗസലൊന്ന് വായിച്ച് വളരെ പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഖുലാസ മാത്രം പറഞ്ഞ് നിർത്താം. ഓക്കെ. अब तो मज़हब कोई ऐसा भी चलाया जाए जिसमें इंसान को इंसान बनाया जाए, जिसकी खुशबू से महक जाए पड़ोसी का भी घर, फूल इस किस्म का हर सिमत खिलाया जाए. आग बहती है यहाँ गंगा में झीलम में भी, कोई बतलाए कहाँ जाके नहाया जाए. प्यार का खून हुआ क्यों ये समझने के लिए, हर अंधेरे को उजाले में बुलाया जाए. मेरे दुख दर्द का तुझ पर हो असर कुछ ऐसा, मैं रहूँ भूखा तो तुझसे भी न खाया जाए. जिस्म दो हो के भी दिल एक हो अपने ऐसे, मेरी आंसू तेरी पलकों से उठाया जाए. गीदन मन है गज़ल चुप है, रुबाई है दुखी,
ऐसे माहौल में നീരജ് കോ ബുലായ ജായേ. അപ്പോൾ നീരജിൻ്റെ ഈ ഗസലിൽ മൊത്തമായി പറയപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനൊരു ഖുലാസ പറയുകയാണെങ്കിൽ ഇതൊരു ഇൻസാൻ കോ ഇൻസാൻ ബനാനെ വാല മസ്ഹബ്. ये गज़ल माशरती बिगाड़, नफ़रत और बेहसी पर गहरा दुख और तशवीश का इजहार करती है. ഇത് സാമാജികമായിട്ടുള്ള ഒരു നഫ്രത്തിനെയും അസ്വസ്ഥതകളുമായി ബന്ധപ്പെട്ട് ഒരു ഗഹര ദുഃഖ്, ഒരു വലിയ ഗാഢമായ ദുഃഖവും പ്രകടിപ്പിക്കുന്ന ഒരു ഗസലാണ്. ഷായർ ഏക്ക് ഐസെ മസ്ഹബ് കോ ഖ്വാഹിഷ് കർത്താ ഹെ. ഷായർ ഇത്തരത്തിലുള്ള ഒരു മസ്ഹബിനെ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ജോ ഇൻസാനോ കോ സിർഫ് ഇൻസാൻ ബനാനെ, അത് മനുഷ്യനെ ഒരു മനുഷ്യനാക്കുക. ജഹാൻ ജാത് പാത്ത്, അവിടെ ജാത് പാത്ത് പറഞ്ഞാൽ ജാതി, രംഗോ നസൽ, നിറവും വംശവും വർഗവും, और सरहदों की बुनियाद पर कोई इम्तियाज़ न हो. ജാതിയുടെ പേരിൽ കലഹിക്കാത്ത, നിറത്തിൻ്റെ പേരിൽ, വംശത്തിൻ്റെ പേരിൽ, കുടുംബത്തിൻ്റെ പേരിൽ, ഇവയുടെ പേരിലൊന്നും തർക്കങ്ങളില്ലാത്ത, യാതൊരു വ്യത്യാസങ്ങളും നിലനിൽക്കാത്ത ഒരു മസ്ഹബിനെയാണ് ഷായർ പ്രതീക്ഷിക്കുന്നത്. ഈ മസ്ഹബ് മൊഹബ്ബത്ത്, ഹംദർദി और ഭായിചാരകി पर മബിനി ഹോ. ഈ മസ്ഹബ് മുഹബ്ബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, സഹാനുഭൂതിക്കും സഹോദര്യത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു മസ്ഹബ്. ഇതാണ് ഷായറിൻ്റെ മനസ്സിലുള്ള ഒരു മസ്ഹബ്. ജഹാ ഏക് പഡോസി, ഈ മതത്തിൽ ഒരു പഡോസി, ഒരു അയൽക്കാരൻ, ദൂസരെ പഡോസിക്ക് ദുഃഖ് ദർദ് മേം, തൊട്ടടുത്തുള്ള അയൽവാസി ഏത് മതമായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, ഏത് നിറായിക്കോട്ടെ, ആ അയൽവാസിയുടെ ദുഃഖ് ദർദ് മേം, ദുഃഖത്തിലും വേദനയിലും ശരീക്ക് ഹോ, പങ്കാളിയാവും. ഹർ തറഫ് ഇൻസാനിയത്ത് ക ഫൂൽ കിലെ, എല്ലാ തരത്തിലും മാനവികതയുടെ പൂക്കൾ പുഷ്പിക്കുന്ന അയൽവാസിയായിരിക്കും. അത്തരത്തിലുള്ള ഒരു മതത്തെ കണ്ണിൽ കണ്ടുകൊണ്ടാണ് ഷായർ ഈ ഗസൽ ഇവിടെ എഴുതുന്നത്. നമുക്ക് ഒന്നാമത്തെ വരി നോക്കാം. अब तो मज़हब कोई ऐसा भी चलाया जाए जिसमें इंसान को इंसान बनाया जाए. इंसान साजी की ज़रूरत, शायर की सबसे बड़ी ख्वाहिश एक ऐसे मज़हब की है जो इंसान को हकीकी मानों में इंसान बनाए. യഥാർത്ഥമായ അർത്ഥത്തിൽ ഒരു മനുഷ്യനാക്കി മാറ്റുന്ന മതമാണ് വേണ്ടത്. മൗജൂദ മസാഹിബ് കെ ബാവജൂദ് बढ़ती हुई मुनाफकत, नफ़रत और ख़ुद ഗറസി पर वो സവാൽ ഉടാത്ത ഹെ. ആധുനിക കാലഘട്ടത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ മതങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്ന കാപട്യത്തെയും നഫ്രത്ത്, വെറുപ്പിനെയും, അതുപോലെ സെൽഫിഷ്നെസ്സിനെയും ഷായർ ഈ വരികളിലൂടെ ചോദ്യം ചെയ്യുന്നു. जिसकी खुशबू से महक जाए पड़ोसी का भी घर, फूल इस किस्म का हर सिमत खिलाया जाए. मोहब्बत और हमदर्दी की तरवीज गज़ल इस बात पर जोर देती है कि पड़ोसियों के घरों तक मोहब्बत का खुशबू ഫയൽനി ചാഹിയെ. നമ്മുടെ അയൽവാസികളുടെ വീടുകളിലേക്കൊക്കെ സ്നേഹത്തിൻ്റെ സുഗന്ധം വ്യാപിപ്പിക്കണം. ജിസ്ക മത്ലബ് യേ ഹേ, അതിൻ്റെ ഉദ്ദേശം ഇതാണ്, ആശയം ഇതാണ്. ലോക് ഏക് ദൂസരേക്ക് ദുഃഖ് സുഖ് മേം, ഓരോരുത്തരും മറ്റുള്ളവരുടെ ദുഃഖത്തിലും സുഖത്തിലും പങ്കാളിയാവണം. और ബാഹമി ഹംദർദി കാ റിശ്ത മസ്ബൂത്ത് ഹോ, പരസ്പരമുള്ള ഹംദർദി കാ റിശ്ത, സഹാനുഭൂതിയുടെ ബന്ധം, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം സുദൃഢമായിരിക്കണം എന്നുള്ളതാണ്. ആഗ് ബഹത്തി ഹേ യഹാ ഗംഗാ മേ ഝീലം മേ ബി കോയി ബത്തലായേ കഹാൻ ജാകെ നഹായാ ജായേ. നഫ്രത് की आग पर तशवीश, आग बहती है यहाँ गंगा में झीलम में भी कहकर शायर मुल्क में फैली हुई मजहबी और इलाक़ाई
मुनाफिरत की तरफ इशारा करता है. ഈ വരികളിലൂടെ ഷായിർ മതപരമായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള നഫ്രത്തിൻ്റെ ഭാഗത്തേക്കാണ്, വെറുപ്പിൻ്റെ ഭാഗത്തേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വോ പൂച്ച്താ ഹെ, ഷായിർ ചോദിക്കുന്നു, ഏസെ മാഹോൽ മേ, ഇത്തരത്തിലുള്ള ഗംഗയിലും ശീലത്തിലുമെല്ലാം ആഗ് ബഹത്തി ഹെ എന്ന ഈ ഒരു സാഹചര്യത്തിൽ, തീ ഒഴുകുന്നു എന്ന സാഹചര്യത്തിൽ, സുക്കൂൻ ഓർ അമൻ കഹാ മിലേഗ, എവിടെ നിന്നാണ് നമുക്ക് സമാധാനം ലഭ്യമാവുക? അവർ കഹാൻ ജാക്കർ, എവിടെ പോയിട്ടാണ് ലോക് പാക് ഹോ സക്കേം, ലോകിന് ശുദ്ധമാവാൻ സാധ്യമാവുക? ഗംഗയിലും ശീലത്തിലുമെല്ലാം ആകാണൊഴുകുന്നതെങ്കിൽ ആ ആകിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന് സമാധാനം ലഭിക്കുക എന്നതാണ് ഷായർ ചോദിക്കുന്നത്. അടുത്ത വരി, പ്യാർ കാ ഖൂൻ ഹുവാ ക്യോ യെ സമझने के लिए हर अंधेरे को उजाले में बुलाया जाए. मोहब्बत के कत्ल की वजह. शायर इस बात पर गौर करता है, मोहब्बत का खून क्यों हुआ, मोहब्बत का खून क्यों हुआ, यानी माशरे से मोहब्बत और रवादारी क्यों ख़त्म हो रही है. നമ്മുടെ സമൂഹത്തിൽ നിന്ന് മൊഹബ്ബത്തും റവാദാരിയും എന്തുകൊണ്ട് ഇല്ലാതാവുന്നു, എന്തുകൊണ്ട് അത് അവസാനിക്കുന്നു? വോ ചാഹ്താ ഹെ, അദ്ദേഹം ആഗ്രഹിക്കുന്നു, ഷായർ ആഗ്രഹിക്കുന്നു, തമാം താരീഖിയോം കോ ഉജാലേ മേം ലായാ ജായേ, എല്ലാ അന്ധകാരത്തെയും പ്രകാശപൂരിതമാക്കണമെന്ന് ഷായർ ആഗ്രഹിക്കുന്നു. ഉൻ ഉജുഹാത്ത് കോ സംജാ ജാ സക്കെ, എന്താണ് അവയുടെ കാരണങ്ങളെന്ന് മനസ്സിലാക്കണമെന്നും. അടുത്ത വരി, മേരെ ദുഃഖ് ദർദ് കാ തുജ് പർ ഹോ അസർ കുച്ച് ഏസാ, मैं रहूं भूखा तो तुझसे भी न खाया जाए. बाहमी दर्द और एहसास, ये गज़ल एक गहरे जज्बाती रिश्ते की तमन्ना करती है. ഇത് ഗാഠമായ വൈകാരികമായ ബന്ധത്തെ പ്രതീക്ഷിക്കുന്നു. मेरे दुख दर्द का तुझ पर हो असर कुछ ऐसा, मैं रहूं भूखा तो तुझसे भी न खाया जाए. जैसी लाइनें बाहमी दर्द, ജയ്സി ലൈനേം ബാഹമി ദർദ്, പരസ്പരമായിട്ടുള്ള വേദനകൾ, എഹ്സാസ് और कुर्बान की अक्कासी करती है. जहाँ एक का दुख दूसरे का भी दुख बन जाए. ഒരുത്തൻ്റെ ദുഃഖം മറ്റുള്ളവരുടെ ദുഃഖവും ആയി മാറണമെന്നുള്ള എഹ്സാസാണ് ഷായർ ഈ വരികളിലൂടെ പ്രകടമാക്കുന്നത്. ജിസ്മ ദോ ഹോ കെ दिल एक हो अपने ऐसे, मेरी आंसू तेरी पलकों से उठाया जाए. ये इससे जाहिर होता है कि शायर ऐसे ताल्लुकात की ख्वाहिश करता है. ഇത്തരത്തിലുള്ള ഒരു ബന്ധങ്ങളെ പ്രതീക്ഷിക്കുന്ന ഷായറാണ്. ജഹാ ലോഗ് ജിസ്മാനി തൗർ പർ, അവിടെ ആളുകൾ ജിസ്മാനി തൗർ പർ അലഗ് ഹോനെ കെ ബാവജൂദ്, അവരുടെ ശരീരം വ്യത്യസ്തങ്ങളാണെങ്കിലും, ശരീരം വേറിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും, ജസ്ബാത്തി തൗർ പർ ഏക്, വൈകാരികമായി എല്ലാവരും ഒന്നാകുന്ന രീതിയെയാണ് ഷായർ പ്രതീക്ഷിക്കുന്നത്. അഥവാ ഓരോ മനുഷ്യരുടെയും ശരീരപ്രകൃതി വ്യത്യസ്തങ്ങളാണെങ്കിലും ജസ്ബാത്ത്, ഒരാൾക്ക് ദുഃഖം വരികയാണെങ്കിൽ അയാളുടെ ദുഃഖത്തിൽ പങ്കുചേരുക, ഒരാൾക്ക് സന്തോഷം വരികയാണെങ്കിൽ അയാളുടെ സന്തോഷത്തിൽ പങ്കുചേരുക എന്നുള്ള രീതിയാണ് ഷായർ പ്രതീക്ഷിക്കുന്നത്. അവസാനത്തെ മഖ്ത മേര गीत अनमन है, गज़ल चुप है, रुबाई है दुखी, ऐसे माहौल में नीरज को बुलाया जाए. टौदम की हालत. आखिर में शायर अदब और फ़न की मौजूदा हालत पर अफसोस का इजहार करता है. गीत अनमन है, गज़ल चुप है, रुबाई है दुखी का मतलब है कि मौजूदा माहौल में गीत, गज़लें और रुबाइयाँ भी गमगीन है. मौजूदा माहौल में ആധുനിക കാലഘട്ടത്തിൽ സാഹചര്യത്തിൽ ഗീതങ്ങളും
ഗസലുകളും റുബായികളുമെല്ലാം ഗംഗീൻ ഹെ, ദുഃഖങ്ങൾ നിറഞ്ഞതാണ്. ഓർ ഉൻമേ കോയി ഖുഷിയാ തവാനായി നഹിയെ, ആ ഗസലുകളിൽ, ഗീതങ്ങളിൽ, റുബായികളിലൊന്നും സന്തോഷം പ്രകടമാകുന്നില്ല, സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല. ऐसे में वो नीरज को बुलाने की बात करता है. നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ നീരജിനെ വിളിക്കുക. जो शायद अमन मोहब्बत और उम्मीद के शायर के तौर पर देखे जाते हैं. ആ നീരജിനെ നിങ്ങൾക്ക് ഒരു സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പ്രതീക്ഷയുടെ ഷായറിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമാകും എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്.